എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് പൊതി കൊണ്ടുപോകേണ്ട ദിവസമാണ്. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആശുപത്രി കിടപ്പുണ്ട്. അപ്പോൾ അതിനായിട്ട് പൊതി കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ചാറുകറി വെക്കാനായിട്ട് വെള്ളരിക്കായും മാങ്ങായുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിനകത്തോട്ട് വെള്ളരിക്കായും മാങ്ങായും 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ഒരു വിസിലടിച്ച് കഴിഞ്ഞ് നമുക്കത് നിർത്തി വെക്കാം. അപ്പോൾ തോരൻ വെക്കാനായിട്ട് ഞാനൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. അപ്പോൾ കുക്കറിന് ഒരു വിസിൽ വന്ന് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തോരൻ വെക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ കടുകും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാബേജിനകത്ത് ഞാൻ ഒരു ചെറിയ സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്, 3-4 പച്ചമുളക്, തേങ്ങ ചിരകിയത്, കുറച്ച് ജീരകം, 2 അല്ലി വെളുത്തുള്ളി, ഇത്ര അരിഞ്ഞു വെച്ചതാണ്. ഈ കൂട്ടിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഉപ്പും കൂടി ഇട്ടായിരുന്നു പുരട്ടി വെച്ചിരുന്നത്. ഇനി ഇത് ചെറു തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് അച്ചാറിടാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ 2 മാങ്ങ ഇന്നലെ വൈകുന്നേരം തന്നെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം ഞാൻ 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ ഇച്ചിരി അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് പൊടിയൊന്നും കരിഞ്ഞു പോകാതെ തീ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കാതെ ഇനി ആ കൂടെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യുക. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചാർ റെഡിയായേ. ഇത് കുറച്ച് ദിവസമൊക്കെ അഴുക്കാകാതൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാറും ക്യാബേജ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചാറുകറിക്കുള്ള അരപ്പുണ്ടാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും 2-3 അല്ലി ചുമന്നുള്ളി ജീരകവും കൂടെ അരച്ച് ഞാൻ അതിലേക്ക് ചേർത്തൊന്ന് തിളപ്പിച്ചെടുത്തായിരുന്നേ. പിന്നെ കടുകൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ ആ കറി റെഡിയായി, വെള്ളരിക്ക മാങ്ങ കറി റെഡിയായി. അപ്പോൾ മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതിക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് പൊതി എടുക്കാവേ. ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ചോറും ഇട്ട് കുറച്ച് ക്യാബേജ് തോരനും വെച്ച് അച്ചാറും ഇട്ട് ഒരു ചെറിയ കഷ്ണം ഇലക്കകത്ത് മുട്ട പൊരിച്ചതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 പൊതി എടുത്തിട്ടുണ്ട്. ചാറുകറി ഒരു കുപ്പിക്കകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളരിക്ക മാങ്ങ ചാറും പിന്നെ കുറച്ച് മീൻകറിയും കൂടെ എടുത്തായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തെ പൊതി എടുക്കാനായിട്ട് അച്ചിങ്ങ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്, മീൻ വറുത്തത്, മാങ്ങ അച്ചാർ, പിന്നെ സാമ്പാറും ഉണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് പൊതിഞ്ഞെടുക്കാവേ. അപ്പോൾ ഇലക്കകത്തോട്ട് കുറച്ച് ചോറും ഇട്ട് കൊടുത്ത് കുറച്ച് അച്ചാറും വെച്ച് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇലക്കകത്തോട്ട് പയർ മെഴുക്കുവരട്ടി വെച്ച് നമുക്ക് ഈ ഇല പൊതിഞ്ഞെടുക്കാവേ.
ഇങ്ങനത്തെ 3 പൊതി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇലക്കകത്തോട്ട് മീൻ വറുത്തത് ഒന്നിച്ചെടുക്കാം. അപ്പോൾ ഇനി ഒരു ഇലക്കകത്ത് നമുക്ക് ഇച്ചിരി മുട്ട ബിരിയാണി എടുക്കാവേ. അവിടെ ഒരു കൊച്ചൂടുണ്ട്. അതിനപ്പോൾ ചോറൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് ഞാൻ വേണ്ട ഇച്ചിരി മുട്ട ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റൈസ് വെച്ച് കൊടുത്തു. പിന്നെ ഒരു ഇലക്കകത്ത് കുറച്ച് നാരങ്ങ അച്ചാർ, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതൂടെ ഈ ചോറിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ പൊതിയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി കറി ഓരോ പാത്രത്തിലെടുക്കാം. ഇതിൻ്റെ അകത്ത് മുട്ട ബിരിയാണിക്കുള്ള സള്ളാസ് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറായിരുന്നു കേട്ടോ, അതൊരു കുപ്പിക്കകത്തും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊരു കൂടിനകത്തോട്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് ആശുപത്രി കൊണ്ട് കൊടുത്തിട്ട് വരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.